ഇനി ഒരു അടിമ എങ്ങനെയൊക്കെയാണ് സ്വതന്ത്രമാകുന്നത്? അതിന് ഇസ്ലാമിൽ പറയുന്ന എല്ലാ നിയമങ്ങളും അടിമത്തമുള്ള കാലം തൊട്ടേ ഉള്ളതാണ്. അതൊക്കെ ഹമ്മുറാബി കോഡ് അടക്കമുള്ള പഴയ നിയമസംഹിതയിൽ നിങ്ങൾക്ക് കാണാം. ഒരു സ്വതന്ത്രനെ ഒരാളെ അടിമയായിട്ട് പിടിച്ചുകൊണ്ടെന്നാൽ അന്നത്തെ മാർക്കറ്റിൽ ആ അടിമയ്ക്ക് എത്രയാണോ വില, ആ വില അടിമയുടെ കുടുംബക്കാർ കൊണ്ടുവന്ന് കൊടുത്താൽ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് അംഗീകൃതമായ സമ്പ്രദായമായിരുന്നു. അങ്ങനെ ആരും പിടിച്ചു വച്ചിരുന്നില്ല. കാരണം ഒരു അടിമയെ, ആ അടിമയുടെ വില ആര് കൊടുത്താലും ആ അടിമയെ അയാൾക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ഒരു അടിമയുടെ ഉടമക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടിമയെ അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള മര്യാദ പണ്ട് കാലത്തേ ഉണ്ടായിരുന്നു. ജാഹിലിയ കാലത്തും അതിൻ്റെ മുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഹമ്മുറാബി കോഡിൻ്റെ കാലത്ത് വരെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരടിമ, ആ അടിമയെ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി ഒരാൾ സ്വയം അടിമയായി മാറിക്കഴിഞ്ഞാൽ, അങ്ങനെയുണ്ട് സമ്പ്രദായം. ഒരു സ്വതന്ത്രനായ ഒരാളിൽ നിന്ന് കുറേ കടം വാങ്ങി കടം വീട്ടാനായിട്ട് നിവൃത്തിയില്ലാതെ വന്നാൽ അയാൾ കടം വീട്ടുന്നതിന് പകരം ഞാൻ ഇത്ര കാലത്തേക്ക് അടിമ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കരാറുണ്ടാക്കും. അങ്ങനെ ആ അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കരാറനുസരിച്ച്, ആ കരാറിന് അതിന് മാക്സിമം പീരീഡൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ഹമ്മുറാബി കോഡിലും ബൈബിളിലും ഒക്കെ. ആ പീരീഡ് കഴിയുമ്പോൾ അയാളെ സ്വതന്ത്രനാക്കണം എന്നാണ് നിയമം. അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ കടം വീട്ടാനുള്ള പൈസ സംഭരിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തോളണം എന്നാണ്. എന്ന് വെച്ചാൽ ഒരടിമയ്ക്ക് അടിമയുടെ വില ഏതെങ്കിലും രീതിയിൽ സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വയം മോചിതനാവാൻ കഴിയും. ഇതൊന്നും ഇസ്ലാം കൊണ്ടുവന്നതല്ല. ഇതൊക്കെ അള്ളാൻ്റെ കിതാബും പ്രവാചകന്മാരെക്കുറിച്ചൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരു അടിമയെ ആ അടിമയുടെ സ്വന്തക്കാർക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ഉടമയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി മോചിപ്പിക്കാം. അങ്ങനെ മോചനം നേടാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത അടിമകളെ മോചനം നേടാൻ സഹായം ചെയ്തുകൊണ്ട്, അവർക്ക് ദാനം നൽകിക്കൊണ്ട്, സക്കാത്ത് നൽകിക്കൊണ്ട് അടിമ മോചനത്തിന് സഹായിച്ചാൽ അതും പുണ്യമാണ് എന്ന് ആ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഈ അടിമ മോചനത്തിന് ഇസ്ലാമിലും ഖുർആനിലും പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളും ചട്ടങ്ങളും ഒന്നും മുഹമ്മദിൻ്റെ സൃഷ്ടിയല്ല, അള്ളാൻ്റെ സൃഷ്ടിയല്ല. അതൊക്കെ അതിന് മുമ്പുള്ള കാലത്ത് മനുഷ്യരുണ്ടാക്കിയ ചട്ടങ്ങളും നിയമങ്ങളുമാണ്. അതെല്ലാം പെറുക്കി കൂട്ടിയിട്ട് ഞങ്ങളെ ഇസ്ലാം ഒന്നാം ഘട്ടം നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, വിഡ്ഢിത്തമാണ്, ചരിത്രബോധമില്ലാത്ത ആളുകളെ കബളിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ്. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അടിമമോചനം ഇസ്ലാം കൊണ്ടുവന്നൊരു ഏർപ്പാടല്ല, അത് ഇസ്ലാമിന് മുമ്പ് അടിമത്തമുള്ള കാലം തൊട്ടേ ഉള്ള ഏർപ്പാടാണ്. ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത ഖണ്ഡിക വായിക്കാം. അടിമ സമ്പ്രദായം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം ഇസ്ലാമിനോ പ്രവാചകനോ ദൈവത്തിനോ ഉണ്ടായിരുന്നെങ്കിൽ അത് പാടെ നിരോധിക്കുന്നതിനോ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനോ ഒരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. അപ്രകാരം ഒരു നടപടി മതം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യദാഹികളും മനുഷ്യത്വവാദികളും ഇസ്ലാമിനെ വാരിപ്പുണരാൻ മുന്നോട്ട് വരുമായിരുന്നു. ഇതെൻ്റെ ഒരു ചരിത്രപരമായ നിരീക്ഷണമാണ്, നിഗമനമാണ്. ലോകത്തിനാകെയും സ്വീകാര്യമായ മതമായി ഇസ്ലാം പ്രശോഭിക്കുകയും ചെയ്തേനെ. അടിമ സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ ഉദ്ദേശ്യമുണ്ടായിരുന്നുവെങ്കിൽ ആദ്യഘട്ടം എന്ന നിലയിൽ യുദ്ധത്തടവുകാരെ അടിമകളാക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. തുടർന്ന് നിലവിലുള്ള അടിമകളെ മുഴുവൻ മോചിപ്പിക്കാൻ നടപടി സ്വീകരിക്കുകയും വേണം. അപ്പോൾ അടിമ സമ്പ്രദായം നിർത്തലാക്കണം എന്നും അതൊരു മോശം കാര്യമാണ് എന്നും ഈ പടച്ചോൻ്റെ തലയിൽ കൂടെ എപ്പോഴെങ്കിലും മിന്നിയിട്ടുണ്ടെങ്കിൽ ഈ പടച്ചോൻ ആദ്യ പ്രവാചകന്മാർ മുഖേന ആദ്യ ഘട്ടം തുടങ്ങേണ്ടത് എങ്ങനെയായിരുന്നു? ഇബ്രാഹിം നബീൻ്റെ കാലത്ത് തന്നെ പറയണമായിരുന്നു. എന്ത് പറയണമായിരുന്നു? യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നവരെ അടിമകളാക്കാൻ പാടില്ല എന്ന്. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് യുദ്ധങ്ങളിൽ സൈനികരെ മാത്രം, യുദ്ധത്തിന് ആയുധങ്ങളുമായിട്ട് വരുന്ന സൈനികരെ മാത്രം നിങ്ങൾ തടവുകാരായി പിടിച്ചാൽ മതി. ഓലെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒന്നും പിടിച്ചുകൊണ്ടുവന്ന ഏർപ്പാട് ശരിയല്ല എന്ന് ഇബ്രാഹിം നബീൻ്റെ കാലത്ത് പറയണമായിരുന്നു. ഒന്നാം ഘട്ടം പറഞ്ഞോ? ഇല്ല. മൂസാ നബീനോട് പറഞ്ഞോ? ഇല്ല. ഒരു നബീനോടും പറഞ്ഞില്ല. മുഹമ്മദ് നബി എന്താ ചെയ്തത്? മുഹമ്മദ് നബി ചെയ്തത് അന്നത്തെ ജാഹിലിയ സമ്പ്രദായത്തെയും മറികടന്നുകൊണ്ട്, ജാഹിലിയ സമ്പ്രദായത്തിൽ ഇങ്ങനെ പോയി കൊള്ളയടിച്ചിട്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയൊന്നും പിടിച്ചുകൊണ്ടെന്ന് അടിമകളാക്കുന്ന സമ്പ്രദായമൊന്നും മക്കക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. യുദ്ധത്തിന് ഇങ്ങോട്ട് വരുന്നവരെ ചിലപ്പോൾ തടവുകാരാക്കി പിടിക്കുകയോ അവരെ പിന്നെ പൈസ വാങ്ങിയിട്ട് വിട്ടയക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതല്ലാതെ കുട്ടികളെയും സ്ത്രീകളെല്ലാം പോയിട്ട് പാതിരാത്രി അവർ കിടന്നുറങ്ങുന്ന നേരത്ത് വളഞ്ഞ് അവരെല്ലാം പിടിച്ചുകൊണ്ടുവന്നിട്ട് അടിമകളാക്കിയിട്ട് വിതരണം ചെയ്യുകയും
ആ സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുകയും അതിനായത്തിറക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത മുഹമ്മദ് നബി അടിമത്തത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തു ഒന്നാം ഘട്ടം തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നവൻ്റെ വായിൽ ബാക്കി ഞാൻ പറയുന്നില്ല. അടിമ സമ്പ്രദായം ഇസ്ലാം അങ്ങനെ നിർത്തലാക്കിയിരുന്നെങ്കിൽ അതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വാചകം ഈ ഖുർആനിൽ, അടിമത്തം തെറ്റാണെന്നൊരു വാചകം ഈ ഖുർആനിലുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇസ്ലാമിൻ്റെ ആൾക്കാർക്ക് ലോകത്ത് പിടിച്ചു നിൽക്കാമായിരുന്നു. വേറെ ഏത് വിമർശനം വന്നാലും ഇതാ ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാ മതങ്ങളുടെ മുമ്പിൽ കൊടി പിടിച്ച് നിൽക്കാമായിരുന്നു ഇസ്ലാമിന്. എന്താ ഇസ്ലാം ചെയ്തത്? ഇസ്ലാം ചെയ്തത് 18-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്മാരെ അടിമത്തം ലോകത്തെല്ലായിടത്തും നിരോധിച്ച സമയത്ത്, 18-19 നൂറ്റാണ്ടുകളിൽ ലോകരാജ്യങ്ങളിലെല്ലാം അടിമത്തം നിരോധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇസ്ലാമിക പണ്ഡിത ലോകം മുഴുവൻ അതിനെതിരായിട്ട് ആക്രോശങ്ങൾ മുഴക്കുകയായിരുന്നു. മതപണ്ഡിതന്മാർ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ അതിനെതിരായിട്ട് ഒച്ച വെച്ചു എന്ന് ചരിത്രത്തിലുണ്ട്. ലോകത്ത് അടിമത്തം നിരോധിക്കാൻ ഏറ്റവും അറച്ചു നിന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. ഏറ്റവും അവസാനം അടിമത്തം നിവൃത്തിയില്ലാതെ നിരോധിക്കാൻ വന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. 1981 ഏറ്റവും അവസാനം ഒരു മുസ്ലിം രാജ്യം അടിമത്തം നിരോധിക്കുന്നത്. 81 എത്ര കൊല്ലം മുമ്പാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1960കളിലാണ് സൗദി അറേബ്യയിൽ അടിമത്തം നിയമപരമായിട്ട് നിരോധിക്കുന്നത്. 1920കളിലൊക്കെ അടിമച്ചന്ത, ഹജ്ജിൻ്റെ ഭാഗമായിട്ട് കഅബക്ക് ചുറ്റുമുണ്ടായിരുന്ന ഉക്കാൾ മാർക്കറ്റിൽ അടിമച്ചന്ത ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് നമ്മളൊക്കെ പുറത്തുവിട്ടതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ അടിമത്തം നിരോധിച്ചിട്ടുള്ളത്. അടിമത്തം നിരോധിച്ചിട്ട് അരനൂറ്റാണ്ട് പോലും ആയിട്ടില്ല മുസ്ലിം രാജ്യങ്ങൾ. ഇതാണ് അവസ്ഥ. അതേസമയത്ത് മറ്റു രാജ്യങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അടിമത്തം നിരോധിച്ചു. ആര് പറഞ്ഞിട്ടാണ് നിരോധിച്ചത്? അള്ള പറഞ്ഞിട്ടല്ല, നബിമാർ പറഞ്ഞിട്ടല്ല, അള്ളയും നബിയൊന്നും ഇല്ലാത്ത മനുഷ്യന്മാർ പറഞ്ഞിട്ടാണ് നിരോധിച്ചത്. കാരണം ഇത് മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് എന്ന് മനുഷ്യരാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് മനുഷ്യർ അതിനെ നിരോധിക്കുകയും അതൊരു നിയമമാക്കി മാറ്റുകയും അതൊരു സദാചാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തത്. അത് അംഗീകരിക്കുമ്പോഴും പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ആക്രോശിക്കുകയും അതിനെതിരായിട്ട് ഒച്ച വെക്കുകയും ചെയ്തവരാണ് ഇസ്ലാമിസ്റ്റുകൾ. കാരണം അവരുടെ മതം ഇത് ഹലാലാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ മതം വികസിപ്പിച്ചതും നിലനിർത്തിയതും ഇതിൽ കൂടെ ഉണ്ടാക്കിയ ലാഭം കൊണ്ടാണ്. അത് നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അടിമത്തം നിരോധിച്ചു എന്ന് പറയുന്ന പച്ച കള്ളവുമായിട്ട് ഇനി ഇസ്ലാമിൻ്റെ ആളുകൾക്ക് തല പൊക്കാൻ ഇവിടെ കഴിയില്ല. ഇസ്ലാം അടിമത്തത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചു എന്നും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. അടിമമോചനം എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിൻ്റെ ഒരു സംഭാവനയേ അല്ല, അത് അടിമത്തമുള്ള കാലം തൊട്ടേ ഉള്ള സമ്പ്രദായമാണ്. അറേബ്യയിൽ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായമാണ്. ഇസ്ലാം അതിനെക്കുറിച്ച് എന്തൊക്കെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം മുഹമ്മദ് ആ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അന്നത്തെ ഗോത്ര മനുഷ്യരിൽ നിന്നും പെറുക്കി കൂട്ടി ഇവിടെ ഒട്ടിച്ചതാണ്. അതല്ലാതെ ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച കിതാബിലാണ് ഈ വഷളത്തരങ്ങളെല്ലാം എഴുതി വെച്ചത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അടുത്ത ഖണ്ഡിക മുതൽ ഞാൻ വായിക്കാം. പ്രവാചകനോ തുടർന്നു വന്ന ഖലീഫമാരോ അത്തരമൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നു മാത്രമല്ല, യുദ്ധം ഒരു ജ്വരമായി പടർന്നു കയറിയ സ്വന്തം അനുയായ വൃന്ദത്തെ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് നിരപരാധികളായ സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ബന്ധനസ്ഥരാക്കി അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ സമ്പദ്ഘടന പടുത്തുയർത്തുകയാണ് അവർ ചെയ്തത്. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തോടൊപ്പം അറേബ്യയിൽ വികസിച്ചു വന്ന ഏറ്റവും വലിയ വ്യവസായം അടിമ വ്യാപാരമായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ യാഥാർത്ഥ്യത്തിനു നേരെ കണ്ണടച്ചുകൊണ്ട് ഇസ്ലാം അടിമത്തമില്ലാതാക്കി എന്ന് വീമ്പടിക്കുന്നത് ആത്മവഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. അടിമത്തത്തിനും ചൂഷണത്തിനും രക്ഷാകവചമായി നിലകൊള്ളുകയാണ് എക്കാലത്തും മതങ്ങൾ ചെയ്തിട്ടുള്ളത്. മതത്തിൻ്റെ നീരാളി കൈകളിൽ നിന്ന് മോചനം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്തയും മാനവികവാദവും കരുത്തു നേടാൻ ആരംഭിച്ചതോടെയാണ് അടിമത്തം പോലുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ ലോകമനസാക്ഷി ഉണർന്നെഴുന്നേൽക്കാൻ തുടങ്ങിയത്. ലോകമെമ്പാടും അടിമത്തം നിരോധിച്ചുകൊണ്ട് പരിഷ്കൃത മനുഷ്യർ മാനവികതയ്ക്ക് പുതിയ മാനം നൽകാൻ ശ്രമിച്ചപ്പോഴും അടിമത്തത്തിനു വേണ്ടി കുഴലൂത്ത് നടത്തിക്കൊണ്ട് പുറംതിരിഞ്ഞു നിന്നത് ഇസ്ലാമിക സമൂഹമായിരുന്നു. മുസ്ലിം രാജ്യങ്ങൾ പലതും അടുത്ത കാലം വരെയും അത് നിരോധിക്കാൻ തയ്യാറായിരുന്നില്ല.
ഇന്ത്യയിൽ 1845 ബ്രിട്ടീഷുകാർ അടിമത്തം നിരോധിച്ചപ്പോൾ എതിർപ്പുമായി രംഗത്ത് വന്നത് മുസ്ലിം മത നേതാക്കളായിരുന്നു. അള്ളാഹുവിൻ്റെ നിയമം അട്ടിമറിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ വാദം. അടിമത്ത നിരോധന നിയമം ഏറ്റവും അവസാനം നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യയാണെന്ന് തോന്നുന്നു. എന്നാൽ ഇന്ന് അടിമ നിരോധനത്തിൻ്റെ ക്രെഡിറ്റും ഇസ്ലാമിൻ്റെ പോക്കറ്റിലാക്കാൻ എട്ടുകാലി മമ്മൂഞ്ഞി ചമയുന്നതും ഇസ്ലാം വിചാരക്കാർ തന്നെ. യുക്തിവാദികൾ ഉന്നയിച്ച വിമർശനത്തിന് മറുപടി പറയുന്നതിനിടെ ഒരു മൗദൂദിയൻ പണ്ഡിതൻ ഇക്കാര്യത്തിൽ ഇങ്ങനെ ആശ്വാസം കൊള്ളുന്നു. ആഫ്രിക്കൻ രാജ്യമായ മൗറിട്ടാനിയയിൽ കൂടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അടിമത്തം നിശേഷം നിരോധിച്ചതോടുകൂടി ഈ ശാപത്തിൽ നിന്ന് മുസ്ലിം ലോകം തികച്ചും മുക്തമായിരിക്കുന്നു. യുക്തിവാദികളും ഇസ്ലാമും എന്ന ഒ അബ്ദുറഹ്മാൻ്റെ പുസ്തകത്തിൽ. മുസ്ലിം ലോകത്തു നിന്നും ഈ ശാപം ഒഴിഞ്ഞു എന്നത് ശരിയായിരിക്കാം. പക്ഷേ ഖുർആനും ഹദീസുകളും ചരിത്ര പ്രമാണങ്ങളും നിലനിൽക്കും കാലത്തോളം ഇസ്ലാം ഈ മഹാശാപത്തിൽ നിന്നും കരകയറി എന്നാർക്കും ആശ്വസിക്കാനാവില്ല. മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പം അടിമത്തമില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ലോകത്തിപ്പം അടിമത്തമില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഇസ്ലാം രക്ഷപ്പെടൂല. ഇസ്ലാം അടിമത്തം അങ്ങേയറ്റം പച്ചയായിട്ട് അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ്. ഇസ്ലാമിൻ്റെ വികൃതമുഖം ആധുനിക സമൂഹത്തിൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത് ഇതുപോലുള്ള വഷളത്തരങ്ങൾ ആ മതം പേർന്നു എന്നിടത്ത് തന്നെയാണ്. ഇനി ലൈംഗിക ചൂഷണം ഉടമാവകാശത്തിലൂടെ. ഖുർആനിൽ നിന്ന് വിജയം കൈവരിച്ചു കഴിഞ്ഞ സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ വിവരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു: തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ ഭാര്യമാരോ സ്വന്തം അടിമ സ്ത്രീകളോ അല്ലാത്തവരിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നവരും അപ്പോൾ നിശ്ചയമായും അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാ. എന്നാൽ അതിനുമപ്പുറത്തേക്ക് കടക്കുവാൻ വല്ലവരും ഉദ്ദേശിച്ചാൽ അവർ അതിക്രമികൾ തന്നെയാണ്. 23-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വ്യഭിചാരം ഗൗരവമേറിയ ഒരു അതിക്രമമായി ഇസ്ലാം കണക്കാക്കുന്നതിൻ്റെ കാരണം ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്: അപ്പോൾ ഭാര്യമാരെയും അടിമ സ്ത്രീകളെയും വിട്ട് അവിഹിത വഴികൾ തേടുന്നവർ അങ്ങേയറ്റം അതിക്രമകാരികളാണ്. കാരണം 4 ഭാര്യമാരെയും ആവശ്യമായത്ര അടിമ സ്ത്രീകളെയും സൗകര്യപ്പെടുത്തുക വഴി അള്ളാഹു വലിയ വിശാലതയാണ് കാണിച്ചിരിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് സാദയെ ഉദ്ധരിച്ചുകൊണ്ട് KV മുഹമ്മദ് മുസ്ലിയാർ. KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ തഫ്സീറിൽ അദ്ദേഹം എഴുതി വെച്ചതാണ് ഞാനിപ്പോൾ ഈ വായിച്ചത്. 4 ഭാര്യമാരെയും ഇഷ്ടംപോലെ അടിമ സ്ത്രീകളെയും അനുവദിക്കുക വഴി അള്ളാഹു വലിയ ഉദാരതയും വിശാല മനസ്കതയും ഈ കാര്യത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വ്യഭിചാരം തേടിപ്പോകുന്നത് ഭയങ്കര ധിക്കാരല്ലേ എന്നാണ് മൗലിയാർ ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കുമ്പോൾ മൗലിയാരെ മനസ്സിലും ഇത് വായിക്കുന്നവരുടെ മനസ്സിലും ഇതിനെ ന്യായീകരിക്കാൻ ഇന്നും കച്ചകെട്ടി ഇറങ്ങുന്നവരുടെ മനസ്സിലുമൊക്കെ ഉള്ളത് ഈ അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ അടിമകൾ എന്ന് പറയുന്നത് വേറെ ഏതോ ജന്തുക്കളാണെന്ന്. അടിമകൾ വേറെ ഒരു സ്പീഷീസിൽപ്പെട്ട ഏതോ ജീവിയാണ് എന്നാണ്, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന ഒരർത്ഥത്തിലാണ് മൗലിയന്മാർ ഇത് എഴുതി വെക്കുന്നത്. ഈ മൗലിയർ ഇത് എഴുതി വെക്കുമ്പോൾ ഈ 4 ഭാര്യമാരെയും ഇഷ്ടംപോലെ അടിമകളെയും വെച്ച് സുഖിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നു എന്ന് പറയുന്നത് സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. നമ്മൾ അടിമത്തത്തിൻ്റെ ഒരു കാലത്ത് നമ്മൾ സ്വതന്ത്രനാവണമെന്ന് എന്ന് എന്തത്ര നിർബന്ധം? സ്വതന്ത്രനായി ജനിക്കാനുള്ളതുപോലെ തന്നെ സാധ്യത നമ്മൾ അടിമയായി ജനിക്കാനുണ്ട്. അടിമയായി ജനിച്ച ഒരുത്തന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സൗകര്യം എന്താണ്? അവൻ്റെ വൃഷണവും ലിംഗവും ഒക്കെ ഛേദിച്ച് ശണ്ഡീകരിച്ചിട്ട് അവൻ മൂരിയാളമാതിരി പണിയെടുക്കുക. ഓന് സെക്സും വേണ്ട, ഓന് ഭാര്യയും വേണ്ട, ഓന് വെപ്പാട്ടിയും വേണ്ട, ഓനൊന്നും വേണ്ട. അതിൽപ്പെട്ട ആളായിക്കൂടെ നമ്മൾ? അങ്ങനെ ചിന്തിച്ചാലല്ലേ അടിമത്തം തെറ്റാണെന്ന് തോന്നുള്ളൂ. ഞാൻ അടിമയായിരുന്നെങ്കിൽ, വൃഷണം മുടക്കപ്പെട്ട് ലിംഗം ഛേദിക്കപ്പെട്ട് ശണ്ഡീകരിക്കപ്പെട്ട് ഞാനൊരടിമയായി മറ്റൊരാളുടെ മൂരിയായി ജോലി ചെയ്യേണ്ടി വന്നിരുന്നുവെങ്കിൽ, ഞാൻ ചന്തയിൽ വിൽക്കപ്പെടുകയും വാങ്ങപ്പെടുകയും ചെയ്യുന്ന ഒരു ചരക്കായി മാറിയിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഈ മൗലിയാർ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ തോന്നിവാസം ഈ മൗലിയാർ ഇവിടെ എഴുതി വെക്കോ? ഈ തോന്നിവാസം ഈ ഖുർആനിൽ അള്ളാഹു എഴുതി വെക്കോ? ഈ തോന്നിവാസം മുഹമ്മദ് എഴുതി വെക്കോ? ഇല്ല. അപ്പോൾ ഉടമയുടെ ഭാഗത്ത് നിന്ന് ഉടമയായ ഒരു പുരുഷൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച മനുഷ്യരാണ് ഈ അസംബന്ധം, ഈ വൃത്തികേട് എഴുതി വെച്ചത്. അടിമത്ത കാലത്ത് ഉടമകളെപ്പോലെ തന്നെ അടിമകളുമാവാനുള്ള സാധ്യതയുണ്ട്. അടിമകളായിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എന്താണ്? ഒരു വളർത്തുമൃഗത്തെ, ഒരു വണ്ടിക്കാളയുടെ, അതല്ലെങ്കിൽ മനുഷ്യർ മൂരികളാക്കിയിട്ട് പാടത്ത് പണിയെടുക്കാൻ വേണ്ടി വളർത്തുന്ന ഒരു മൂരിയുടെ, ഒരു മൃഗത്തിൻ്റെ അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ജീവിതം. ആ മനുഷ്യനായി ഞാൻ ജനിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോഴാണ് കൂട്ടരെ ഒരു മനുഷ്യന് അടിമത്തം തെറ്റാണെന്നും ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും ഇതൊന്നും ഒരു ദൈവം
അംഗീകരിക്കുന്ന കാര്യമല്ല എന്നും ദൈവത്തിനെക്കുറിച്ചൊന്നും ഈ മാതിരി വൃത്തികേടുകൾ പറയാൻ പാടില്ല എന്നൊക്കെ നമുക്ക് തോന്നുക, മനസ്സിലാവുക. ഇവിടെ മൗലിയർ എഴുതി വെച്ചൊക്കെ നമുക്ക് 4 ഭാര്യമാരും പിന്നെ ഇഷ്ടംപോലെ അടിമകളും നമുക്ക് സൗകര്യപ്പെടുത്തി തരൂലേ. ഈ നമ്മൾ അടിമയാണെങ്കിലോ മൗലിയരേ എന്നാണ് ചോദിക്കാനുള്ളത്. അത് എന്തുകൊണ്ട് മൗലിയർ ചിന്തിക്കുന്നില്ല? അത് ഇന്ന് ന്യായീകരിക്കുന്ന മൊല്ലാക്കന്മാർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ന്യായീകരിക്കാൻ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ചെറുപ്പക്കാർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നമ്മളും വൃഷണമുടച്ച് ലിംഗം ഛേദിച്ച് അടിമകളായി ജീവിക്കേണ്ടി വന്നാൽ എന്ന് ചിന്തിച്ചാലേ നിങ്ങൾക്ക് ഇതെന്താണ് എന്ന് മനസ്സിലാവുള്ളൂ, ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇത്രയും സൗകര്യമൊക്കെ ചെയ്തു തന്നുകൊണ്ടാണ് വ്യഭിചാരം ഭയങ്കര കുറ്റമാക്കി മാറ്റിയത് എന്നാണ് മൊയ്ലിയാർ ന്യായീകരിക്കുന്നത്. സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളെ ലൈംഗിക ആസ്വാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിൽ തനിക്ക് യാതൊരു ആക്ഷേപവുമില്ല എന്ന അള്ളാഹുവിൻ്റെ വെളിപാട് 7-ാം നൂറ്റാണ്ടിലെ അറബികളെ ഒട്ടും തന്നെ ആശ്ചര്യപ്പെടുത്തുകയോ ആശയക്കുഴപ്പത്തിലാക്കുകയോ ചെയ്തിരിക്കാനിടയില്ല. കാരണം അന്നത്തെ സദാചാരം അതൊക്കെയായിരുന്നു. എന്നാൽ അടിമത്തം തന്നെ മനുഷ്യത്വത്തിന് ചേരാത്ത മഹാപാപമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ന് ഖുർആനിലെ ഈ അരുളപ്പാട് മതവിശ്വാസികളെ തന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. തങ്ങളുടെ മതം ഇത്രയും ഹീനമായ ഒരു അതിക്രമത്തിന് പച്ചക്കൊടി കാട്ടുന്നുവല്ലോ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ഞെരിപിരി കൊള്ളുന്ന ചില പുരോഗമനക്കാരുണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ. അള്ളാഹുവിൻ്റെ സന്മാർഗ സംഹിതയെ ആധുനികവൽക്കരിക്കാൻ യുക്തിയെ മാത്രം അവലംബമാക്കി കൂട്ടർ നടത്തുന്ന വ്യാഖ്യാന ശ്രമങ്ങളെ, പ്രമാണങ്ങളെ അവലംബിച്ച് നേരിടുകയാണ് യാഥാസ്ഥിതികർ. മൗദൂദിയുടെ വ്യാഖ്യാനം നോക്കുക. ഇനി നമുക്ക് അടിമത്തത്തെ പലതും പറഞ്ഞ് ന്യായീകരിക്കുകയും ഖുർആൻ അതിനനുസരിച്ച് വളച്ചൊടിക്കുകയും ഹദീസുകളെ നിഷേധിക്കുകയും പ്രമാണം തള്ളുകയും ഒക്കെ ചെയ്യുന്ന ആധുനികന്മാർക്കെതിരായിട്ട് നമ്മളെ സാക്ഷാൽ മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ഇവിടെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകളുടെ ന്യായീകരണവും കണ്ണടച്ചുള്ള നിഷേധവുമൊക്കെയാണ് മൗദൂദി ഇവിടെ വിഷയമാക്കി മാറ്റുന്നത്. ആധുനിക മൗദൂദിയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഖുർആനെ വെള്ളപൂശാൻ വേണ്ടി പലരും പാശ്ചാത്യ നാടുകളിലും ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം വ്യാഖ്യാന കസർത്തുകൾ നടത്തിയിട്ടുണ്ട്. ആ വ്യാഖ്യാന കസർത്തുകളെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഇസ്ലാമിക യുക്തി ഉപയോഗിച്ചുകൊണ്ടും മൗദൂദി എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നോക്കാം. വിവാഹം ചെയ്ത വധുവുമായി എന്ന പോലെ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീയുമായും ലൈംഗിക ബന്ധം അനുവദനീയമാണെന്ന് ഈ സൂക്തം, അതായത് 23:6 വ്യക്തമാക്കുന്നു. ആ അനുവദനീയതയുടെ അടിസ്ഥാനം വിവാഹമല്ല ഉടമാവകാശമാവുന്നു എന്നും സ്പഷ്ടമാണ്. ഇവിടെ അടിമകളെയും വിവാഹം കഴിച്ചിട്ടേ ബന്ധപ്പെടാവൂ എന്ന് ചില ആളുകൾ ആധുനിക കാലത്ത് നുണ പറയാൻ ശ്രമിച്ചിരുന്നു. അവർക്കുള്ള മറുപടിയാണിത്. വിവാഹമെന്ന ഉപാധി അവരുടെ കാര്യത്തിലും ബാധകമായിരുന്നുവെങ്കിൽ അവരെ ഭാര്യമാരിൽ നിന്ന് വേർതിരിച്ചു പറയേണ്ട ആവശ്യമുണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിക്കാഹു ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഭാര്യമാർ എന്നതിൽ അവരും ഉൾപ്പെടുമല്ലോ. ആധുനികരായ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളെ അനുഭവിക്കാനുള്ള അനുവാദത്തെ നിഷേധിക്കുന്നുണ്ട്. സൂറത്തു നിസായിലെ 25-ാം സൂക്തത്തെ ആധാരമാക്കി ഉടമസ്ഥതയിലുള്ള സ്ത്രീകളെയും ആസ്വദിക്കുന്നത് നിക്കാഹിലൂടെ മാത്രമേ അനുവദനീയമാകൂ എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സ്വതന്ത്ര കുടുംബങ്ങളിലെ കുലസ്ത്രീകളെ വിവാഹം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കില്ലെങ്കിൽ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്തുകൊള്ളുക എന്ന് വിധിച്ചിട്ടുണ്ടല്ലോ അതിൽ. പക്ഷേ ഈ വിഭാഗത്തിന് അത്ഭുതകരമായൊരു പ്രത്യേകതയുണ്ട്. ഒരു സൂക്തത്തിൻ്റെ ഒരു ഭാഗത്ത് ഉദ്ദിഷ്ട വിവക്ഷിതമുണ്ടെങ്കിൽ അത് പൊക്കിപ്പിടിക്കുകയും അവരുടെ വാദഗതിക്ക് വിരുദ്ധമായ ആശയമുള്ള അതേ സൂക്തത്തിൻ്റെ മറ്റേ ഭാഗം വിസ്മരിച്ചു കളയുകയുമാണ് ചെയ്യുന്നത്. ഇതിന്ന് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണ്. പ്രസ്തുത സൂക്തത്തിൽ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യുവാൻ അനുവാദം നൽകുന്ന പദങ്ങൾ ഇവയാണ്: അവരെ അവരുടെ രക്ഷാധികാരികളുടെ അനുമതിയോടെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക, അവർക്ക് ന്യായമായ വിവാഹമൂല്യം നൽകുകയും ചെയ്യുക. ഇവിടെ പരാമർശിക്കുന്നത് അടിമ സ്ത്രീയുടെ ഉടമയുടെ കാര്യമല്ല, മറിച്ച് സ്വതന്ത്ര സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിന് സാമ്പത്തിക ഭാരം താങ്ങാൻ കഴിവില്ലാതെ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഭൃത്യയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വതന്ത്ര പുരുഷൻ്റെ കാര്യമാണ് എന്ന് പ്രസ്തുത പദങ്ങൾ വ്യക്തമായും വിളിച്ചോതുന്നുണ്ട്. അല്ലാതെ അടിമ സ്ത്രീയും തൻ്റെ ഉടമയും തമ്മിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ സമ്മതം നൽകാൻ ഉത്തരവാദപ്പെട്ട രക്ഷാധികാരി ആരാണ്? പക്ഷേ ഖുർആൻ കൊണ്ട് കളിക്കുന്നവർ
അൻകിഹൂഹുന്ന എന്ന വാക്യം മാത്രം സ്വീകരിക്കുകയും അതിനുശേഷമുള്ള ബി ഇതിനി അഹ്ലിഹിന്നോ എന്ന വാക്യത്തെ അവഗണിച്ച് തള്ളുകയും ചെയ്യുന്നു. കൂടാതെ അവർ ഒരു സൂക്തത്തിൽ നിന്നോ അതേ വിഷയത്തെ സംബന്ധിക്കുന്ന മറ്റു ഖുർആൻ സൂക്തങ്ങളെ ഖണ്ഡിക്കുന്ന ആശയം നിഷ്ബന്ധിക്കുകയും ചെയ്യുന്നു. വല്ലവരും തങ്ങളുടെ സ്വന്തം ചിന്തകളെ അല്ലാതെ വിശുദ്ധ ഖുർആനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ സൂക്തത്തെ, സൂറത്തുൽ നിസായിലെ 4:3-25, അൽ അഹ്സാബ് 33-50-52, അൽ മആരിജ് 30 എന്നിവ സൂക്തങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതാകുന്നു. തഫ്ഹീമുൽ ഖുർആൻ വാള്യം 3 പേജ് 258. ഇത് മൗദൂദി എഴുതിയതാണ്. അതായത് മൗദൂദി ഇവിടെ പറയുന്നത് അടിമ സ്ത്രീകളെ അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് വിവാഹം കൂടാതെ ഭോഗിക്കാമെന്ന ഖുർആൻ്റെ അനുമതിയെ ആധുനികരായ ചില പണ്ഡിതന്മാർ അങ്ങനെയല്ല, അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിവാഹബന്ധത്തിലൂടെ പാടുള്ളൂ എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കള്ളത്തരമാണ് എന്ന് മൗദൂദി ഇവിടെ കാര്യകാരണ സഹിതം വ്യക്തമാക്കുകയാണ്. കാരണം അവിടെ അന്നിസായിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സ്വതന്ത്ര സ്ത്രീയെ കല്യാണം കഴിക്കാൻ കാശില്ലാത്ത ഒരാൾ വേറെ ഒരാളുടെ അടിമ സ്ത്രീയെ അയാളുടെ അനുവാദത്തോടു കൂടി, ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടി കല്യാണം കഴിക്കാമെന്നാണ്. അങ്ങനെ കല്യാണം കഴിച്ചാൽ അയാളുടെ ഭാര്യയുമാണ്, മറ്റേയാളുടെ വെപ്പാട്ടിയുമാണ്. അങ്ങനെ രണ്ട് പുരുഷന്മാരുടെ സ്ത്രീ ആയിട്ടാണ് പിന്നെ ആ അടിമ ജീവിക്കുക എന്ന് ഈ ഖുർആൻ പറയുന്നുണ്ട്. ഭർത്താവുണ്ടെങ്കിലും ഉടമയ്ക്ക് ഭോഗിക്കാമെന്ന് വേറെ പറയുന്നുണ്ട്. അപ്പോൾ ഉടമയുടെ അടിമയായ ഒരു സ്ത്രീയെ ഭാഗികമായിട്ട് ഭാര്യയാക്കി സ്വീകരിക്കാനാണ് കാശില്ലാത്തവരോട് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അതിനെ പിടിച്ചിട്ടാണ് സ്വന്തം അടിമയെ കല്യാണം കഴിക്കാനാണ് ഖുർആൻ പറഞ്ഞത് എന്ന് നുണ പറയാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് മൗദൂദി ഇവിടെ ഖണ്ഡിച്ചിട്ടുള്ളത്. വലങ്കൈകൾക്കുടമയാക്കപ്പെട്ട അടിമ സ്ത്രീകളുമായി ലൈംഗിക ഭോഗം ഹലാലാണെന്ന് ഈ ദൈവിക വിധി പക്ഷേ ഉടമകളായ സ്ത്രീകൾക്ക് ബാധകമല്ല എന്നും തുടർന്ന് മൗദൂദി വിശദമാക്കുന്നു. അത് നല്ലൊരു കോമഡിയാണ്. മൗദൂദി വിശദീകരിച്ചിട്ടുണ്ട്, പല തഫ്സീറുകളിലുണ്ട്. അതായത് ഉമറിൻ്റെ കാലത്ത് ഒരു സ്ത്രീ പറ്റിച്ച പണിയാണ്. ആ കോമഡി നിങ്ങളൊന്ന് കേട്ടോളി. മൗദൂദി എഴുതിയതാണ്. ഉടമകളായ സ്ത്രീകൾക്ക് ഇത് ബാധകമല്ല. ഏത് ഉടമകളായ സ്ത്രീകൾക്ക് വലങ്കൈകൾക്കുടമപ്പെട്ട അടിമ പുരുഷനുമായിട്ട് ബന്ധപ്പെടാൻ അവകാശമില്ല എന്നാണ് മൗദൂദി പറയുന്നത്. ഇത് ഉമറിൻ്റെ കാലത്ത് ഇതൊരു വലിയ വിവാദ വിഷയമായതിൻ്റെ കഥയാണ് പറയുന്നത്. ഈ സൂക്ഷ്മവശം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഹസ്രത്ത് ഉമറിൻ്റെ കാലത്ത് ഒരു സ്ത്രീ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൃത്യനുമായി ലൈംഗിക വീഴ്ച നടത്താനിടയായത്. പ്രശ്നം സഹാബികളുടെ സദസ്സിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവർ ഏകകണ്ഠമായി പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ കിതാബിനെ അവർ തെറ്റായി ഗ്രഹിച്ചു. ഇവിടെ ഈ ഒഴിവ് കഴിവ് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണെങ്കിൽ പിന്നെ ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കൾ അനുവദനീയമാകുന്നത് എങ്ങനെ എന്ന സംശയം ആർക്കും ഉണ്ടാകേണ്ടതില്ല. കാരണം ഭാര്യമാരുമായുള്ള ഇടപാടിൽ ഭർത്താക്കൾ ഗുഹ്യഭാഗം സംരക്ഷിക്കുക എന്ന വിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതോടെ ഭർത്താക്കളുമായുള്ള ഇടപാടിൽ ഭാര്യമാരും ഈ വിധിയിൽ നിന്ന് ഒഴിവാകുന്നു. അതിന് ഖണ്ഡിതമായ മറ്റൊരു അനുവാദം ആവശ്യമില്ല. കൂടാതെ ഈ ഒഴിവാക്കൽ വിധിയുടെ സ്വാധീനം പുരുഷന്മാരിലും അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകളിലും മാത്രം പരിമിതമായി തീരുകയും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉടമസ്ഥതയുള്ള ഭൃത്യൻ നിഷിദ്ധനാവുകയും ചെയ്യും. തഫ്ഹീമുൽ ഖുർആൻ വാള്യം 3 പേജ് 259. അപ്പോൾ ഇവിടെ ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെയും ഇരട്ടത്താപ്പ് നോക്കുക നിങ്ങൾ. അടിമത്വത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണത്തിന് സ്ത്രീകൾക്ക് അവകാശമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് എന്ന് മൗദൂദി പറയുന്നു. ഉമറിൻ്റെ കാലത്ത് വലങ്കൈകൾക്കുടമപ്പെട്ടവരുമായി ഭോഗിക്കാമെന്ന ഖുർആനായത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ സ്വന്തം വേലക്കാരനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് വലിയ കേസായിട്ട് ഉമറിൻ്റെ സന്നിധിയിൽ വരികയും ഉമർ ആ സ്ത്രീക്കെതിരായിട്ട് വിധി പ്രസ്താവിക്കുകയും നാട്ടുകാരൊക്കെ കൂടെ ആ സ്ത്രീക്കെതിരായിട്ട് തിരിയുകയും ചെയ്തു എന്നാണ് മൗദൂദി ഇവിടെ ചരിത്രം പറഞ്ഞു തരുന്നത്. സ്ത്രീകൾക്ക് ബാധകമല്ല, വലങ്കൈകൾക്കുടമപ്പെട്ട അടിമകളുമായിട്ടുള്ള ഭോഗം പുരുഷന്മാർക്ക് മാത്രമേ ബാധകമാവുള്ളൂ എന്ന്. സ്ത്രീയുടെ ലൈംഗികതയെ എത്രമാത്രം പരിമിതപ്പെടുത്തുന്നു എന്ന് ആലോചിച്ച് നോക്കുക. 4 ഭാര്യമാരും ഇഷ്ടംപോലെ വെപ്പാട്ടികളും ഉള്ള ഒരു പുരുഷൻ്റെ ഭാര്യയോ വെപ്പാട്ടിയോ ആയി തീരുന്ന ഒരു സ്ത്രീക്ക് ആകെയുള്ള സ്ത്രീകൾ 100 ആണെങ്കിൽ 100-1 മാത്രമാണ് ഭർതൃസുഖം ലഭിക്കുക. എന്താണ് ഇസ്ലാമിലെ നീതി എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. 4 ഭാര്യമാരുള്ള ഒരു പുരുഷൻ്റെ ഒരു ഭാര്യയ്ക്ക് 4-1 പുതിയാപ്പിളയേ ഉള്ളൂ. 4 ഭാര്യമാരും 40 അടിമകളും ഉള്ള ഒരു പുരുഷന് 44-1 മാത്രമാണ് പുതിയാപ്പിള. അപ്പോൾ സ്ത്രീക്ക് ഈ പറയുന്ന നീതിയൊന്നും വേണ്ട ലൈംഗിക കാര്യത്തിൽ പോലും. അതൊക്കെ പുരുഷന് മാത്രമുള്ളതാണ് എന്നാണ് പുരുഷനായ മുഹമ്മദ്
മുഹമ്മദിൻ്റെ പുരുഷ ഫേക്ക് ഐഡിയായ അള്ളാഹുവിൻ്റെ പേരിൽ വഷളത്തരം എഴുതി വെച്ചിട്ടുള്ളത്. ഇതാണ് കൂട്ടരെ ഇസ്ലാം എന്ന് പറയുന്ന സാധനം. ഇസ്ലാമിൽ അടിമത്തമില്ല എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച CN അഹമ്മദ് മൗലവിയുടെ നിലപാടുകൾ മതവിരുദ്ധമാണെന്നും ഭീമ അബദ്ധമാണെന്നും വിവരിച്ചുകൊണ്ട് മറ്റൊരു ഖുർആൻ വ്യാഖ്യാതാവ് ഇപ്രകാരം എഴുതുന്നു: യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ഔദാര്യത്തോടെയോ അല്ലെങ്കിൽ പിഴ വാങ്ങിയോ വിട്ടയക്കുക എന്നത് മാത്രമാണ് ഇസ്ലാമിൻ്റെ വിധിയെന്നും നബിയും സഹാബികളും അങ്ങനെയല്ലാതെ ചെയ്തിട്ടില്ലെന്നും മൗലവി തട്ടിവിടുന്നത് അജ്ഞതയോ അഹങ്കാരമോ കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ടിനും പുറമെ അവരെ വധിക്കുകയോ അടിമകളാക്കുകയോ ചെയ്യാവുന്നതാണ്. ബദറിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഉത്തുബത്തുബിനു അബീ മുഅയ്ത്തിനെയും നദറുബിന് ഹാരിസിനെയും നബി വധിക്കുകയാണ് ചെയ്തതെന്ന് ചരിത്രം പഠിച്ചവർക്കെല്ലാം അറിയാം. ബനു ഖുറൈളക്കാരായ ജൂതന്മാരെയും നബി വധിക്കുകയുണ്ടായി. മറ്റു ചിലരെയും അവിടുന്ന് കൊലക്ക് വിധിച്ചിട്ടുണ്ട്. അതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അടിമകളെ മോചിപ്പിക്കുവാനായി സമരം ചെയ്യണമെന്ന നിർദ്ദേശമാണ് താൻ ചൂണ്ടിക്കാട്ടിയ ഖുർആൻ വാക്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളതെന്ന് മൗലവി പറഞ്ഞതിൽ സാത്യത്തിൻ്റെ കണിക പോലുമില്ല. അവയിലെ വിഷയങ്ങൾ വേറെയാണ്. ചുരുക്കത്തിൽ കടുത്ത വിവരക്കേട് കൊണ്ട് ഭീമമായ അബദ്ധങ്ങൾ മൗലവിയുടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: സഹാബാക്കളുടെ കൈവശം വന്നു ചേർന്ന അടിമ സ്ത്രീകളുടെ പരിപൂർണ നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെ ആയിരുന്നതിനാൽ ചിലരെ അവർ തന്നെ വിവാഹം കഴിച്ചു, ചിലരെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു. നബി സഫിയ ബീവിയെ വിവാഹം ചെയ്തതും ആ ഇനത്തിൽപ്പെട്ടതാണ്. എന്നാൽ അടിമ സ്ത്രീകളുടെ ഉടമകൾക്ക് തന്നെ അവരെ വിവാഹം ചെയ്ത് ഭാര്യമാരാക്കാം എന്ന നിർദ്ദേശമാണ് 4:25 അടങ്ങിയിട്ടുള്ളതെന്ന് മൗലവി മനസ്സിലാക്കിയത് മഹാ അബദ്ധമാണ്. അതിൽ പറഞ്ഞത് അവരുടെ രക്ഷാധികാരികളുടെ അനുമതിയോടുകൂടി നിങ്ങൾ അവരെ വിവാഹം ചെയ്തു കൊള്ളുക എന്നാണ്. രക്ഷാധികാരിയും വിവാഹം ചെയ്യുന്ന ആളും ഒന്നല്ല എന്ന് ഇതിൽ നിന്നും ബുദ്ധിയുള്ളവർക്കെല്ലാം ഗ്രഹിക്കാമല്ലോ. അടിമത്തം പാടെ നിഷിദ്ധമാക്കിയിട്ടില്ല എന്നതിന് 24, 32, 33 എന്നീ വാക്യങ്ങളും മറ്റും തെളിവുകളാണ്. പ്രവാചകപുത്രൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് മാരിയ നബിയുടെ വെപ്പാട്ടിയായിരുന്നു എന്നത് ലോകപ്രസിദ്ധമാണ്. ഈജിപ്തിലെ മുക്കൗക്കിസ് രാജാവ് പാരിതോഷികമായി അയച്ചു കൊടുത്തതായിരുന്നു ആ മഹദി. നബിയുടെ ഭാര്യമാരോ അല്ലാത്തവരോ എന്ന് ഭിന്നിപ്പുള്ളവരെയും ചരിത്രകാരന്മാർ വിവരിച്ചിട്ടുണ്ട്. അവരാരും തന്നെ മാരിയ ബീവിയെ നബിയുടെ ഭാര്യമാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് നബിയുടെ വെപ്പാട്ടിയാണെന്ന് ഏകകണ്ഠമായി പ്രസ്താവിച്ചിരിക്കുന്നു. പ്രമുഖരായ പല സഹാബികൾക്കും വെള്ളാട്ടി വടുവന്മാർ ഉണ്ടായിരുന്നുവെന്നും ബുഖാരി, മുസ്ലിം എന്നീ ഹദീസ് കിതാബുകൾ നോക്കുന്നവർക്ക് കാണാവുന്നതാണ്. മൗലവിയുടെ മറ്റൊരഭിപ്രായം അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കാതെ അവരെ കൊണ്ട് ഉടമസ്ഥർക്ക് ഭാര്യമാരുടെ ഉപയോഗം നടത്താൻ പാടില്ല എന്നാണ്. എന്നാൽ മൗലവിയുടെ ഈ അഭിപ്രായത്തിനും ഖുർആൻ്റെയോ സുന്നത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നിലനിൽപ്പില്ല. അടിമകളെ സംബന്ധിച്ച് ഖുർആനിൽ മിക്ക സ്ഥലത്തും വലങ്കൈകൾ ഉടമയാക്കിയവർ എന്ന അലങ്കാര പ്രയോഗമാണ് വന്നിട്ടുള്ളത്. അതായത് മറ്റുള്ളവരുടെ ഉടമസ്ഥതയിൽ ഇരിക്കുന്നവർ എന്നർത്ഥം. മൗലവി തന്നെ ആ പ്രയോഗത്തിന് 4:3 നിങ്ങളുടെ ഉടമസ്ഥതയിൽ വന്നു ചേർന്നിട്ടുള്ളവർ എന്നും 4:24 നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകൾ എന്നും 4:25 നിങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമ സ്ത്രീകൾ എന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ ആ പ്രയോഗത്തിന് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളവർ എന്ന് മൗലവി അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് ശരിയല്ല, പുത്തൻ വെളിപാടാണ്. ഉടമപ്പെടുത്തിയവർ എന്ന് തന്നെയാണ് ശരിയായ അർത്ഥം. 16:75 അബ്ദൻ മൗലൂക്കൻ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള അടിമ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇതിൽ നിന്നെല്ലാം അടിമകളുടെ മേൽ മറ്റു ചിലർക്ക് ഉടമസ്ഥത ഉണ്ടെന്ന് സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ സന്താനങ്ങളുടെ ഉടമസ്ഥാനാണ് പിതാവ് എന്ന് പറയാറില്ല. ഭാര്യയുടെ ഉടമസ്ഥനാണ് ഭർത്താവ് എന്നും പറയാറില്ല. അവരുടെ രക്ഷിതാക്കളാണ് എന്ന് പറയാറുണ്ട്. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, കെട്ടിടത്തിൻ്റെ ഉടമ, കാലികളുടെ ഉടമസ്ഥൻ എന്നെല്ലാം പറയുന്നത് പോലെ തന്നെയാണ് അടിമയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നതും. അപ്പോൾ അടിമകൾ മറ്റു സ്വത്തുക്കൾ പോലെ തന്നെ ഉടമയുടെ സമ്പത്താണെന്ന് വ്യക്തമായി. അടിമകൾ അവരുടെ ഉടമസ്ഥരുടെ സ്വത്തുക്കളാണെന്ന് തെളിയിക്കുന്ന അനേകം ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മറ്റും കാണാം. സ്വത്തുക്കളുടെ അനുഭവങ്ങൾ അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് അനുഭവിക്കാവുന്നതും സ്വത്തുക്കളെ കൈമാറ്റം ചെയ്യാവുന്നതുമാണ്. ന്യായമായ മാർഗത്തിൽ കൂടെ സ്വത്തുക്കൾ എത്ര വേണമെങ്കിലും സമ്പാദിക്കുവാനും അവയുടെ അനുഭവം എടുക്കുവാനും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഈ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ അടിമ സ്ത്രീകളെ എത്ര വേണമെങ്കിലും ഒരാൾക്ക് ഉടമയാക്കാമെന്നും അവരിൽ നിന്നും ഇഷ്ടമുള്ളത്ര പേരെ കൊണ്ട് സ്വന്തം ഭാര്യമാരുടെ ഉപയോഗം നടത്താമെന്നും തെളിയുന്നതാണ്. ഇതിനെതിരായി ഒരു നിയമം ഇസ്ലാമിലില്ല. അത് പാടില്ലെന്ന് പറയുന്നത് സ്വത്തിൻ്റെ അനുഭവം കൈപ്പറ്റൽ ഉടമയ്ക്ക് അവകാശമില്ലെന്ന് പറയലാണ്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം KV മുഹമ്മദ് മുസ്ലിയാർ. ഇനിയും ഇസ്ലാം അടിമത്തത്തിനെതിരായിരുന്നു എന്നാരെങ്കിലും പറയുമോ? ഇതൊക്കെ വായിച്ചിട്ട്
ഇനി തുടർന്ന് ഈ സമ്പ്രദായം നടപ്പിലാക്കുന്നതിൻ്റെ യുക്തിയും അദ്ദേഹം വിശകലനം ചെയ്യുന്നു. ഒരു അടിമ സ്ത്രീയെ ഉടമ വിവാഹം ചെയ്യൽ അനുവദനീയമല്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഹറാമാണ്. സ്വന്തം അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹറാമാണ് എന്നാണ് കർമ്മശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് മൗലവി ഇവിടെ പറയുന്നത്. വിവാഹം ചെയ്താൽ അത് സാധുവാകുന്നതുമല്ല. ഉടമസ്ഥാവകാശവും ഭർത്തൃത്വവും ഒരാളിൽ ഒരവസരത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. അതിൻ്റെ കാരണം ഫിഖ് കിതാബുകളിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ അടിമകളാക്കി വെക്കുവാനും അവരെ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന സ്വത്തുക്കളായി കരുതുവാനും അവരിലുള്ള സ്ത്രീകളെക്കൊണ്ട് ഉടമകൾ യഥേഷ്ടം ഭാര്യമാരുടെ ഉപയോഗം നടത്തുവാനും ഇസ്ലാം അനുവാദം കൊടുത്തത് തികച്ചും ന്യായവും യുക്തിയുക്തവുമാണ്. എന്തുകൊണ്ടെന്നാൽ അത് സമാധാനത്തിൻ്റെ മതമാണ്. അത് യുദ്ധം അനുവദിച്ചത് യുദ്ധത്തിന് വേണ്ടിയല്ല, സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. യുദ്ധത്തിൽ ബന്ധനസ്ഥരാക്കപ്പെടുന്നവരെ മുസ്ലിങ്ങൾ അടിമകളാക്കി വെക്കുമെന്നും അവരെ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരു സ്വത്താക്കി തരം താഴ്ത്തുമെന്നും സ്ത്രീകളെ യഥേഷ്ടം ഉപയോഗിക്കുമെന്നും ശത്രുക്കൾ അറിഞ്ഞാൽ അവർ അന്യായമായും അക്രമമായും യുദ്ധത്തിന് തയ്യാറാവുകയില്ല. അത്തരം യുദ്ധങ്ങൾക്ക് മുസ്ലിങ്ങളും മുതിരുകയില്ല. അതിനാൽ ഈ നിയമം ലോകത്ത് ശാശ്വത സമാധാനം കൈവരുവാൻ ഏറ്റവും ഉപയുക്തമാണ്. ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ ചില ശത്രുക്കൾ ഇസ്ലാമിനെ ആക്ഷേപിച്ചു. അപ്പോൾ ചില അല്പജ്ഞന്മാർ ഈ നിയമത്തെ തന്നെ നിഷേധിച്ച് ഖുർആനെ വളച്ചൊടിച്ചു, ഹദീസുകളെ നിഷേധിക്കുകയും ചരിത്രം മാറ്റിമറിക്കുകയും ചെയ്തു. CN മൗലവി അവരെ അനുകരിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഇപ്പം എന്തിനാണ് തടവുകാരായി പിടിക്കുന്ന പെണ്ണുങ്ങളെ അടിമകളാക്കി ഭോഗിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? അങ്ങനെ തങ്ങളുടെ സ്ത്രീകളും കുട്ടികളൊക്കെ മറ്റൊരടിമകളായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുമെന്ന ഭയം കൊണ്ട് മറ്റുള്ളവരൊക്കെ നേരെ ചൊവ്വേ ഇസ്ലാമിലേക്ക് കൊണ്ട് ചേരും. ആരാണ് പ്രശ്നം? യുദ്ധത്തിനൊന്നും വരാതെ തന്നെ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ ഇസ്ലാം സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു തന്ത്രമാണിത് എന്നാണ് മൂല്യാർ പറയുന്നത്. അപ്പോൾ ഇസ്ലാം ലോകത്ത് എങ്ങനെയാണ് വ്യാപിച്ചത്, എത്ര സമാധാനപരമായിട്ടും എത്ര നീതിയുക്തമായ പ്രബോധനങ്ങളിലൂടെയാണ് ഇസ്ലാം ലോകത്ത് വ്യാപിച്ചത് എന്ന് മനസ്സിലായല്ലോ. യുദ്ധം ചെയ്യുക, കൊള്ളയടിക്കുക, പെണ്ണുങ്ങളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടെന്ന് അടിമകളാക്കുക, സ്ത്രീകളെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് തന്നെ വെപ്പാട്ടികളെന്നും പറഞ്ഞ് ഭോഗിക്കുക, ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെ ഞങ്ങൾ ചെയ്യും, ഇല്ലെങ്കിൽ ഇസ്ലാം ആയിക്കോ എന്ന ഭീഷണി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പേടിച്ചിട്ട് ഓരോ ഗോത്രങ്ങളും കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വരും. അങ്ങനെയാണ് കൂട്ടരെ ഇസ്ലാം ഉണ്ടായത്, ഇസ്ലാം വികസിച്ചത്, ലോകത്ത് ഇസ്ലാമിക സാമ്രാജ്യം വളർന്നത്.